എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഈ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിഷ്യന്മാർക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടുത്തുന്നതായി നാം കാണുന്നു. വിതക്കാരന്റെ ഉപമ, കളകളുടെ ഉപമ, കടുകുമണിയുടെ ഉപമ, പുളിച്ച മാവിന്റെ ഉപമ, ഒളിച്ചുവെച്ച നിധിയുടെ ഉപമ, വ്യാപാരിയുടെ ഉപമ, നല്ലതും ചീത്തയുമായ മത്സ്യങ്ങളുടെ ഉപമ, വീട്ടുടയവന്റെ ഉപമ എന്നിങ്ങനെ 8ഓളം വലുതും ചെറുതുമായ ഉപമകളിലൂടെ ദൈവരാജ്യത്തിന്റെ വളർച്ചയും വ്യവസ്ഥയും ഒക്കെ വിശദീകരിക്കുന്നു എന്ന് നാം കാണുന്നു. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വലിയ ജനക്കൂട്ടം യേശുവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കർത്താവ് ഒരു പടകിൽ കയറിയിരിക്കുകയും കരയിൽ നിൽക്കുന്ന ജനത്തോട് ഉപമകളിലൂടെ പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു എന്ന് നാം കാണുന്നു. മത്തായി 13-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ആദ്യത്തെ ഉപമയായി 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിത്ത് വിതറുന്ന വിതക്കാരന്റെ ഉപമ കർത്താവ് പറയുന്നതായി നാം കാണുന്നു. ആ ഉപമയിൽ വിതക്കാരന്റെ വിത്ത് വിതയ്ക്കുമ്പോൾ ചില വിത്തുകൾ വഴിയരികിൽ വീണു, എന്നാൽ പക്ഷികൾ വന്ന് അവയെ തിന്നുകളഞ്ഞു. ചില വിത്തുകൾ അധികം മണ്ണില്ലാത്ത പാറകളിൽ വീണു, എന്നാൽ മണ്ണിന് ആഴമില്ലാത്തതിനാൽ അവ ഉടനെ മുളച്ചു പൊങ്ങിയെങ്കിലും സൂര്യൻ ഉദിച്ചപ്പോൾ അവ കരിഞ്ഞുപോയി. മറ്റു ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, മുള്ളുകൾ വളർന്ന് അവയെ ഞെരുക്കിക്കളഞ്ഞു. എന്നാൽ ചില വിത്തുകൾ നല്ല നിലത്ത് വീണു. ഇങ്ങനെ നല്ല മണ്ണിൽ വീണ വിത്തുകൾ 100, 60, 30 മേനിയായി വിളവെടുത്തു എന്ന് നാം 8-ാം വാക്യത്തിൽ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം വെറും കൈയോടെ മടങ്ങാതെ ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിത്തും ആഹാരവും വിളയിപ്പിക്കുന്ന സ്വർഗത്തിൽ നിന്ന് പൊഴിയുന്ന മഞ്ഞിനോടും മഴയോടും ഉപമിച്ചിരിക്കുന്നതായി നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നേരിട്ടുള്ള പ്രസ്താവനകളിലൂടെ പഠിപ്പിക്കുന്നതിന് പകരം ഉപമകളിലൂടെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നു. അടയാളങ്ങളെല്ലാം കണ്ടിട്ടും ഹൃദയകാഠിന്യത്തോടെ വചനം തള്ളിക്കളയുന്നവർക്കല്ല, കർത്താവിനോട് ഹൃദയം തുറന്ന തന്റെ ശിഷ്യർക്ക് മാത്രമേ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം വരം നൽകിയിട്ടുള്ളൂ എന്ന് വിശദീകരിച്ചുകൊണ്ട് ക്രിസ്തുയേശു അവർക്ക് പൂർണ്ണമായ പ്രതികരണം നൽകുന്നു എന്ന് നാം കാണുന്നു. എസെക്കിയേലിന്റെ പ്രവചനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ, മനുഷ്യപുത്ര, നീ മത്സരഗൃഹത്തിന്റെ നടുവിൽ പാർക്കുന്നു. കാണുവാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾപ്പാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല, അവർ മത്സരഗൃഹമല്ലോ എന്ന് ഇസ്രയേലിന്റെ ഹൃദയകാഠിന്യത്തോടെ ദൈവത്തോടുള്ള അവരുടെ മത്സരത്തെ പറ്റി ദൈവം അരുളി ചെയ്യുന്നത് നാം വായിക്കുന്നു. ക്രിസ്തുവിന്റെ വചനം തിരസ്കരിക്കുന്നവർക്ക് സ്വർഗരാജ്യം നിഗൂഢവും അതിന്റെ വഴികൾ അജ്ഞാതവുമായിരുന്നു. ദൈവത്തെ എതിർക്കുന്തോറും ഈ അജ്ഞത കൂടുന്നു എന്നതിനെ പറ്റി 12-ാം വാക്യത്തിൽ ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയായി ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും എന്ന് കർത്താവ് പറയുന്നു. അതിന്റെ അർത്ഥം സത്യസന്ധമായി ആത്മാർത്ഥമായി ദൈവത്തിന്റെ വചനം അന്വേഷിച്ചാൽ അവർക്ക് കൂടുതൽ അറിവ് നൽകുമെന്നും, എന്നാൽ ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ ദൈവവചനം മനസ്സിലാക്കാൻ തുറന്ന ഹൃദയമില്ലാത്ത ഒരാൾക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ കൂടുതൽ വെളിച്ചം നൽകില്ല എന്ന് മാത്രമല്ല, അവനിലുള്ള ചെറിയ ദൈവിക ബോധ്യം പോലും നഷ്ടപ്പെടും എന്നും കർത്താവ് വ്യക്തമാക്കുന്നു. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ തുടക്കം മുതൽ ക്രിസ്തുയേശുവിനെ എതിർക്കുന്ന ഹൃദയകാഠിന്യമുള്ള യഹൂദരുടെ കാര്യത്തിൽ കർത്താവ് താൻ മിശിഹായാണെന്ന് വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ കാണുമ്പോഴും അവർ കാണുന്നില്ല, കർത്താവിന്റെ വചനം അവർ കേൾക്കുന്നില്ല എന്ന കാരണത്താൽ സ്വർഗരാജ്യത്തെ ഉപമകളാൽ വെളിപ്പെടുത്തുന്നുവെന്നും അതും അവർക്ക് മറഞ്ഞിരിക്കുന്നു എന്നും ഇതിലൂടെ യഹൂദർ സ്വന്തം രാജാവായ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ നശിക്കും എന്ന യെശയ്യാ പ്രവചനത്തിന് നിവർത്തി വരുന്നു എന്നും കർത്താവ് പ്രസ്താവിക്കുന്നത് നാം വായിക്കുന്നു. 14-ാം വാക്യത്തിൽ യഹൂദരിൽ നിവൃത്തിയാവുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് കർത്താവ് ഉദ്ധരിക്കുന്നത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 9, 10 വാക്യങ്ങളാണ്. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല താനും, കണ്ണാൽ കാണും, ദർശിക്കയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. 16, 17 വാക്യങ്ങളിൽ തന്റെ ശിഷ്യന്മാർ മിശിഹായായ യേശുവിനെ അനുദിനം കാണുകയും ദൈവത്തിൽ നിന്ന് തിരുവചനം നേരിട്ട് കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരുടെ കണ്ണുകളും ചെവികളും അനുഗ്രഹീതമാണ് എന്ന് കർത്താവ് പ്രസ്താവിക്കുന്നു. അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും യേശുവിന്റെ ശിഷ്യർ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചു,
കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ അവർ അത് കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല എന്നും, എന്നാൽ ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ തന്റെ ശിഷ്യരുടെ മേൽ ദൈവം കാണിച്ച അത്ഭുതകരമായ ദൈവകൃപയെക്കുറിച്ച് യേശുക്രിസ്തു ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. 13 അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ താൻ അല്പം മുൻപ് പറഞ്ഞ വിതക്കാരന്റെ ഉപമയുടെ അർത്ഥം കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് നാം വായിക്കുന്നു. വിതക്കാരന്റെ ഉപമയെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിന്റെ വിശദീകരണത്തിൽ 4 വിധത്തിലുള്ള സ്ഥലങ്ങൾ സുവിശേഷത്തോടുള്ള മനുഷ്യരുടെ 4 വ്യത്യസ്ത പ്രതികരണങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ്. വിതയ്ക്കപ്പെടുന്ന വിത്ത് ദൈവരാജ്യത്തിന്റെ വചനം അഥവാ സുവിശേഷമാണ്. വിതയ്ക്കുക എന്നത് സുവിശേഷ പ്രഘോഷണത്തെയും സൂചിപ്പിക്കുന്നു. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട എന്നത് വചനം കേട്ടിട്ടും ഗ്രഹിക്കാത്ത പാപത്താൽ കഠിനമായ ഒരാളെ സൂചിപ്പിക്കുന്നു. അവൻ വചനം കേൾക്കുന്നു, പക്ഷെ മനസ്സിലാക്കുന്നില്ല. സാത്താൻ ആ ഹൃദയത്തെ സ്വാധീനിച്ച് മന്ദമാക്കുകയും വചനം അവനിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയുകയും ക്രമേണ വചനം അവനിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യുന്നു. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടവ എന്നതുകൊണ്ട് കേൾക്കുന്ന വചനത്തിൽ താൽക്കാലികമായി ആനന്ദം പ്രകടമാക്കുന്ന ഒരു മനുഷ്യനെ സൂചിപ്പിക്കുന്നു. സുവിശേഷം വേഗത്തിൽ സന്തോഷത്തോടെ സ്വീകരിച്ചുവെങ്കിലും അവന്റെ ഹൃദയത്തിൽ വചനത്തിന്റെ വേര് ഇറങ്ങാതെ പരിവർത്തനമില്ലാതെ കഷ്ടതയും ഉപദ്രവവും ഒക്കെ ഉണ്ടാകുമ്പോൾ അവന്റെ രക്ഷാകരമല്ലാത്ത ക്ഷണികമായ വിശ്വാസം വേഗത്തിൽ അപ്രത്യക്ഷമാകുന്നു. മുള്ളുള്ള നിലം എന്നത് വചനം സ്വീകരിക്കുന്നതായി തോന്നുന്ന എന്നാൽ സമ്പത്തും ലോകസുഖമോഹങ്ങൾ നിറഞ്ഞ ഹൃദയമുള്ള ഒരാളെ സൂചിപ്പിക്കുന്നു. അവൻ സുവിശേഷം കേൾക്കുന്നു, എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തകൾ അവന്റെ സമയവും ശ്രദ്ധയും വചനത്തിൽ നിന്ന് അകറ്റുന്നു. ധനമോഹത്താൽ അയാൾക്ക് വചനത്തിന് വേണ്ടി തീരെ സമയമില്ലാതെയായി നിഷ്ഫലനായി മാറുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ വചനം കേൾക്കുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരുവനെ സൂചിപ്പിക്കുന്നു. വിത്തിന് യോഗ്യമായ നല്ല മണ്ണ് കർഷകൻ ഒരുക്കുന്നത് പോലെ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഹൃദയമാകയാൽ വചനം വേരൂന്നിയിട്ട് അവന്റെ ജീവിതത്തിൽ അതിന്റെ ഫലം കൈവരിക്കുന്നു. നല്ല നിലം എന്നതിനെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യൻ മാത്രമാണ് ഇവിടെ ഉപമിക്കുന്ന 4 പേരിൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാൾ. കാരണം രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ തെളിവ് സൽപ്രവൃത്തികൾ എന്ന പരിവർത്തിതമായ ജീവിതമാണ്. 30, 60, 100 മേനി വിളവ് എന്ന് കർത്താവ് ഈ ഉപമയിൽ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരിൽ വെളിപ്പെടുന്ന മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണ്. സങ്കീർത്തനങ്ങൾ 126 അധ്യായം 5-6 വാക്യങ്ങളിൽ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നു കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു എന്ന വാക്യങ്ങളിൽ ഈ ലോകത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് വിശ്വാസികളുടെ പരിശ്രമവും കഷ്ടപ്പാടുകളും കണ്ണീരോടെ വിതയ്ക്കുന്നതിനെ പോലെയും, എന്നാൽ ആത്യന്തികമായി ദൈവത്തിന്റെ വചനം വിളവ് നൽകി സന്തോഷകരമായ നിത്യഫലങ്ങൾ ഉണ്ടാക്കുകയും നിത്യസന്തോഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ പ്രവചനം എന്ന നിലയിൽ നൽകപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.